കുക്ക് ഇറ്റ് വിത്ത് അഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള പോപ്കോൺ ഇത് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കോണാണ്. ഇതുപോലെ ചോളം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒരു 1.5 പിടിയാണ് ഇപ്പം എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചെടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ ഇത് എടുക്കുക. ഇനി നമ്മളൊരു കുക്കർ എടുക്കുക. കുക്കറോ അല്ലെങ്കിൽ അടികട്ടിയുള്ളൊക്കെ ഒരു പാനൊക്കെ എടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോപ്കോൺ ഉണ്ടാക്കാനുള്ള ഡ്രൈ കോൺ എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളെ ഇതിനനുസരിച്ച് കുറച്ച് കളർ കിട്ടും. എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിപ്പം അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കണം. അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ഒരു പിടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിത് അടിയിൽ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പരത്തി കിടത്തുകയാണ്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തിളച്ചിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കും. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഇപ്പം ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു കളറൊക്കെ ഒന്ന് വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുക. കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് നമ്മൾ ആ മൂടി തിരിച്ച് വെച്ച് ഇതുപോലെയാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇനി പാനിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൻ്റെ മൂടി വെച്ച് നിങ്ങൾക്ക് അടച്ചാൽ മതിയാവും. ഇതുപോലെ അടയ്ക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ പോപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാം തുറന്നു നോക്കുക. അപ്പോൾ പോപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതങ്ങനെ പോപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോപ്പ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് നിൽക്കും. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം പോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഇത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർ ട്രൈ ചെയ്യണം. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പോപ്കോൺ. അപ്പോൾ എനിവേ കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്.